Yes. Good morning, everyone. Okay. Today we are going to a wonderful session of mathematics. Welcome all. എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു ക്ലാസ്സിലോട്ട് സ്വാഗതം. സോ ഇന്ന് നമ്മുടെ പ്ലമ്യൂൾ എഡ്യൂക്കേഷൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ ഒരു യൂട്യൂബ് ക്ലാസ്, അതിന് വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ ആദ്യത്തെ സെഷൻ ആരംഭിക്കുകയാണ്. ആദ്യത്തെ ക്ലാസ്സാണ് നമ്മുടെ ക്ലാസ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇത് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്ത് കൂടാനും ശ്രമിക്കുക. സോ നൗ വി ആർ ഗോയിങ് ടു ദ സെഷൻ. സോ once again I welcome all to the session. Okay, I think you are all waiting for that wonderful session. നിങ്ങളെല്ലാവരും കാത്തിരിക്കാൻ എനിക്കറിയാം. എല്ലാവർക്കും സ്വാഗതം. സോ അതിനു മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ഹാദിഷ് TK. ഞാൻ മാത്തമാറ്റിക്സിൻ്റെ ഒരു ഫാക്കൽറ്റിയാണ്. അതുപോലെ തന്നെ ബേസിക് സയൻസ്, ഇംഗ്ലീഷ് എന്നിവയൊക്കെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വൈകിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് നമുക്ക് പോവാം. ഓക്കെ സോറി. സോ ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത്, നമ്മൾക്കറിയാം നമ്മുടെ USS എന്ന് പറയുന്ന ഒരു എക്സാം. നമുക്ക് ഇന്ന് USS എന്നൊക്കെ പറയുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമാണ്. പണ്ട് USS എന്നൊക്കെ നല്ലൊരു മാർക്ക് ഉണ്ടാവും, അതായത് 63 മാർക്ക്. ഈ മാർക്കിന് മുകളിൽ കിട്ടിയാലൊക്കെ പാസ്സാണ്. ഇന്നെങ്ങനെയാണ്, കട്ട് ഓഫ് മാർക്കൊന്നുമില്ല. നമ്മൾ NMMSൻ്റെയൊക്കെ പോലെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുണ്ട്. അതായത് ഇനി മുതൽ ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫാകും, കോമ്പറ്റീഷൻ കൂടും എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അത് കുട്ടികളുടെ നിലവാരം വരുത്താൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എത്ര കടുത്താലും നമ്മളും എഫേർട്ട് എടുത്ത് തയ്യാറാവേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാത്സിൻ്റെ മാരത്തോൺ അല്ലെങ്കിൽ മാത്സിൻ്റെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. സോ ടുഡേ വി ആർ ഗോയിങ് ടു ദ USS മാത്സ്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക, മസ്റ്റ് സ്റ്റഡി കെയർഫുള്ളി, ഇത് ശ്രദ്ധിച്ച് ഇരിക്കുക. ഓക്കെ, നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മാത്സ് ആണ്. അപ്പോൾ മാത്സിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഈ നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ ആർ യു റെഡിയാണോ? റെഡിയല്ലേ? സെറ്റല്ലേ? ഓക്കെ, നമുക്കെന്നാൽ വൈകാതെ ഇതിലോട്ട് പോകാം. സോ ഞാൻ ആദ്യം തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് എടുത്തു തരാൻ പോകുന്നത്. നമുക്കറിയാം, നമുക്ക് പലതരത്തിലുള്ള നമ്പേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? പലതരത്തിലുള്ള നമ്പേഴ്സ് പറഞ്ഞാൽ ധാരാളം നമ്പേഴ്സ് കണ്ടിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. ഏതാണ് നാച്ചുറൽ നമ്പർ? ഓക്കെ, ലിസൺ കെയർഫുള്ളി. നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള നമ്പറാണ് ഇവിടുത്തെ തന്നിട്ടുള്ള നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. ഈ നാച്ചുറൽ നമ്പർ നമുക്ക് മലയാളത്തിൽ പറയാം എണ്ണൽ സംഖ്യകൾ എന്ന് പറയാം അല്ലേ? നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പർ. ഓക്കെ, നമുക്ക് ഇവിടെ അത് വ്യക്തമായിട്ട് നമുക്ക് കാണാം. സോ ലിസൺ, എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1, 2, 3 തുടങ്ങി 4, 5, 6 അങ്ങനെ പോയി 0 ഉണ്ടോ? ഇല്ല. എണ്ണാൻ കഴിയുന്ന സംഖ്യകളല്ലേ, 1, 2, 3 അങ്ങനെ പോകും. 1000. ഓക്കെ, അതിൽ മൈനസ് വരുന്ന സംഖ്യകളുണ്ടോ? ഇല്ല. -1 പറ്റുമോ? ഇല്ല. അതിനൊക്കെ എണ്ണൽ സംഖ്യ ആയിട്ട് നമ്മൾ കണക്കാക്കില്ല. സോ നമുക്കിനി അടുത്ത നമ്പർ നോക്കാം. അപ്പോൾ നാച്ചുറൽ നമ്പർ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാം വോൾ നമ്പേഴ്സ്. വോൾ എന്ന് പറഞ്ഞാൽ എല്ലാം എന്നുള്ളൊരു അർത്ഥമല്ലേ? സോ നമുക്ക് പറയാം എല്ലാ സംഖ്യകളും. മലയാളത്തിൽ പറയും അഖണ്ഡ സംഖ്യകൾ, വോൾ നമ്പേഴ്സ് അഥവാ അഖണ്ഡ സംഖ്യകൾ. ഈ നാച്ചുറൽ നമ്പറും അഖണ്ഡ സംഖ്യയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? യെസ്, നമുക്ക് വോൾ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1, 2, 3 ഉണ്ട്, എന്നാൽ അതിൻ്റെ കൂടെ 0 കാണാം. അതായത് നാച്ചുറൽ നമ്പറിൻ്റെ എല്ലാ നമ്പേഴ്സും അതിലുണ്ടാവും, പക്ഷേ ഒപ്പം ഒരു 0 വന്നു എന്നുള്ളതുള്ളൂ.
ഓക്കെ, ഇതുള്ളൂ വോൾ നമ്പേഴ്സ്. 0 കൂടി ആഡ് ചെയ്തു, 1 2 3ൻ്റെ ഒപ്പം 0 കൂടി ആഡ് ചെയ്തു. ഇത്രയും നമ്പേഴ്സിനെയാണ് വോൾ നമ്പേഴ്സ് അഥവാ അഖണ്ഡ സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. ഇത് നമ്മളിപ്പം ജസ്റ്റ് നമ്മളൊരു ബേസിക് അറിയാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതൊക്കെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ മോഡൽ ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. ഇനി നെക്സ്റ്റ് ആണ് ഇൻറ്റേഗേഴ്സ്. എന്താണ് ഇൻറ്റേഗേഴ്സ്? ഓക്കെ, പൂർണ്ണസംഖ്യകൾ എന്ന് പറയാം, പൂർണ്ണമായിട്ടുള്ള സംഖ്യകൾ എന്നൊക്കെ പറയാം. ഓക്കെ, ഇൻറ്റേജേഴ്സ് എന്നൊക്കെ പറയാം, ഇൻറ്റേജേഴ്സ് ഒക്കെ പറയാം കേട്ടോ. സോ ലിസൺ, -2 + 9 √49 -5 0. ഇൻറ്റേജേഴ്സ് എന്നുണ്ടെങ്കിൽ എല്ലാ നമ്പറും, ഏത് നമ്പറും പറ്റും, ബട്ട് അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പം ഞാൻ എടുത്ത സംഖ്യ ഏതാണ്? √49 ആക്ച്വലി. ഈ റൂട്ട് എന്താണെന്ന് നമ്മൾ പഠിക്കണം കേട്ടോ. അതിന് പ്രത്യേകം ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ആക്കും. റൂട്ടിൻ്റെ എന്താണ് റൂട്ട്, എന്താണ് സംഭവങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. √49ൻ്റെ ഇതെന്ന് പറയുന്നത് ആണ്. √49 പറഞ്ഞാൽ ആണ്, അതിനൊരു വാല്യൂ ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ എടുക്കുകയാണ് √30. എത്ര? √30. അതിന് ഒരു വാല്യൂ ഉണ്ടോ? അതിനൊരു വാല്യൂ ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത്, അല്ലേ? ഒരു വാല്യൂ ഇല്ല. ഇപ്പോൾ √49 ആയാലും -5 ആയാലും 0 ആയാലും നമുക്കൊരു വാല്യൂ നമുക്ക് കൊടുക്കാൻ കഴിയും, അല്ലേ? അതാണ് നമ്മൾ പൂർണ്ണസംഖ്യകൾ എന്ന് നമുക്ക് വിളിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ വോൾ നമ്പേഴ്സ് കഴിഞ്ഞു, നാച്ചുറൽ നമ്പർ കഴിഞ്ഞു, ഇൻറ്റേജേഴ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ റേഷണൽ നമ്പേഴ്സാണ്. അതുപോലെ തന്നെ മറ്റൊരു സാധനമാണ് ഈ ഇറേഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് കഴിഞ്ഞു. ലെസൺ ചെയ്യാം. റേഷണൽ നമ്പേഴ്സ് എന്താ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. സോ ലിസൺ, 2/3 നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പഠിക്കാം. 9.4545. ഇവിടെ എന്താ ഇത് നിൽക്കുന്നുണ്ടോ? 45 ഇല്ല. അങ്ങനെ കുത്തിട്ട് എന്ന് വെച്ചാൽ ഡോട്ട് വെച്ചാൽ ഇങ്ങനെ പോവും 45 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, നിൽക്കില്ല. ഒരു ഇൻഫിനിറ്റി വാല്യൂ എന്ന് നമുക്കറിയാം. എൻ്റെ ഇൻഫിനിറ്റി ഒരു വാല്യൂ കൊടുക്കാൻ പറ്റില്ല, അല്ലേ? എത്രയോ ഉണ്ടാവും. 7/8, അതുപോലെ തന്നെ 2/3, -3.4, 3/4. ഇതിനൊക്കെ ഒന്ന് വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് റേഷണൽ നമ്പർ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് നോക്കാം ഇറേഷണൽ നമ്പേഴ്സ്. എന്താ റേഷണൽ നമ്പേഴ്സ്? വാട്ട് ഈസ് ഇറേഷണൽ നമ്പേഴ്സ്? ഈ റേഷണൽ നമ്പേഴ്സിന് തീരെ വാല്യൂ കൊടുക്കാൻ പറ്റില്ല. എന്താണ് റേഷണൽ നമ്പേഴ്സ് എന്ന് നോക്കാം. ഇത് പൈ എന്ന് പറയട്ടോ. √2, √10, √3 ഇതിനൊന്നും ഒരു വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയൂല. എന്തിനെ പോലെ? ഇൻറ്റേജേഴ്സിനെ പോലെ കഴിയോ? ഇല്ല. റേഷണൽ നമ്പേഴ്സ് അറ്റ്ലീസ്റ്റ് കുറച്ച് ചിലതൊക്കെ നമുക്ക് കഴിയും, എല്ലാം കഴിയുമെന്ന് ഞാൻ പറയുന്നില്ല. ഇതുപോലത്തെ 9.55 അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അല്ലേ? ഇൻഫിനിറ്റി വാല്യൂ എന്നൊക്കെ പറയാം. റേഷണൽ നമ്പേഴ്സ് അതുമില്ല. ഇതിനൊരു കൃത്യമായിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയില്ല. എന്നാൽ വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ നമ്മളത് എന്താണെന്ന് പഠിക്കും. ഇപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എത്ര തരം നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് റേഷണൽ നമ്പേഴ്സ്. ഇത് നിങ്ങൾക്ക് അധികം ചോദ്യങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. മെയിനായിട്ട് ഈ 3 സ്ഥാനത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരും. വോൾ നമ്പേഴ്സ് ഉണ്ട്, നാച്ചുറൽ നമ്പർ, ഇൻറ്റേജേഴ്സ്, ഇതൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നൗ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ്. നമുക്ക് കുറച്ച് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ വോൾ നമ്പർ? ഒരു വോൾ നമ്പർ അല്ലാത്തത് ഏത് എന്ന് പറഞ്ഞ് ഈ ക്വസ്റ്റ്യൻ ലിസൺ ടു ദിസ് ക്വസ്റ്റ്യൻ കെയർഫുള്ളി. സോ ഇതിൽ തന്നിരിക്കുന്നവയിൽ അഖണ്ഡ സംഖ്യ അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. അഖണ്ഡ സംഖ്യകളല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം.
ഏതായിരിക്കും? ഓപ്ഷൻസിൽ നമുക്കറിയാം അഖണ്ഡ സംഖ്യകൾ അഥവാ വോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 0 1 2 3 അങ്ങനെ പോകും അല്ലേ? 1 2 3ൻ്റെ ഒപ്പം ഒരു 0 ചേർത്തത് 1 2 3 4 5 6 അങ്ങനെയുള്ള നമ്പേഴ്സ്. ഇതിൽ അങ്ങനെ അല്ലാത്ത നമ്പർ 1 ഉണ്ടാവും, 0 എപ്പോഴും ഉണ്ടാവും, ഫസ്റ്റ് ഉണ്ടാവും, 5 ഉണ്ടാവും, -2. ഈ -2 നമ്മൾ 0-നേക്കാളും അടിയിലാണ് അല്ലേ? 0-നേക്കാളും അടിയിലാണ്. സോ -2 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഒരു വോൾ നമ്പേഴ്സ് അല്ല, അഥവാ അഖണ്ഡ സംഖ്യകളല്ല. ഓക്കെ, അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക. ഇനി നോക്കൂ, വിച്ച് ഈസ് സ്മാളസ്റ്റ് നമ്പർ ഗിവൻ ബിലോ. താഴെ തന്നിരിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യകൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചെറിയ സംഖ്യ ഏതാ നമുക്ക് നോക്കി നോക്കാം. 1 ഉണ്ട്, 0 ഉണ്ട്. നമുക്ക് പറ്റുന്ന തെറ്റ് ഇവിടെ ഒരു മിസ്റ്റേക്ക് പെട്ടെന്ന് പറ്റും. 1 ഉണ്ട്, 0 ഉണ്ട്, -5 ഉണ്ട്, -8 ഉണ്ട്. നമ്മൾ ഇതൊരു 8 എന്നൊക്കെ പറയുമ്പം വലിയ സംഖ്യയില്ലെന്ന് വിചാരിച്ച് എന്ത് ചെയ്യും? വലിയ സംഖ്യകളാണെന്ന് വിചാരിച്ച് അതൊന്നും അല്ലയെന്ന് വിചാരിച്ച് നമ്മൾ കളയും. നേരെ നമ്മളിപ്പോൾ 0 പോയി ടിക്കിടും. തെറ്റുത്തരം ആയിരിക്കും. എത്ര? 0 തെറ്റ് ആയിരിക്കും. സോ ഏതാണ് ആൻസർ? എന്താണ് ആൻസർ നമുക്ക് നോക്കാം. സോ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ഒരു നമ്പേഴ്സ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു മിനിറ്റ്. യെസ്, അപ്പോൾ നമ്പേഴ്സ് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ ആദ്യം 0 എഴുതി, 1 2 3 അങ്ങനെ നമുക്ക് ഇങ്ങോട്ടും സംഖ്യകളുണ്ട്. 0 ഉണ്ട്, ഇങ്ങോട്ടും സംഖ്യകളുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ അത് പ്ലസ് ആകും, പക്ഷെ നമ്മൾ പ്ലസ് ഇടൂല. അതിന് പോസിറ്റീവ് നമ്പേഴ്സ് അഥവാ പോസിറ്റീവ് എന്ന് നമ്മൾ വിളിക്കും. ഇവിടെയുള്ളതാണ് നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഇങ്ങോട്ട് നിന്നുള്ള നമ്പേഴ്സ് -1 -2 അല്ലേ, -3 ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഈ 3-നേക്കാളും ബാക്കിലാണിത്. അപ്പോൾ ഇതിനേക്കാളും ചെറുതായിരിക്കും അല്ലേ ഇതെന്ന് പറയുന്നത്. ഇനി ഇവിടെ -8 ആണെങ്കിലും അതിനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ നമ്മളതെന്ത് ചെയ്യുക? മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് എന്നാലും നെക്സ്റ്റ് അതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ലെസൺ എന്താ ചോദിച്ചിട്ടുള്ളത്? ചെറിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ -8 ആണോ? അല്ല. -5 ആണോ? ആണോ? അല്ല. 0 ആണോ? അല്ല. 1 ആണോ? അല്ല. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഏതാണ്? -8 ആണ് ഇതിൽ ആൻസർ വരുന്നത് അല്ലേ? -8 ആണ് ഇതിൽ ആൻസർ വരിക. കാരണം എന്താ അവിടെ -8 വരാനുള്ള കാരണം? നമുക്കറിയാം 1 എന്ന് പറഞ്ഞാലും 1 അല്ലേ, 1 എഴുതി, പിന്നെ ഇങ്ങോട്ട് 0 -5 ഇങ്ങനെ ഇങ്ങോട്ടാ പോവുക. 1-നേക്കാളും ചെറുതാണിത് അല്ലേ. ഏറ്റവും വലുതേതാ ചോദിച്ചത്? ഇതിൻ്റെ 1 ഏതുണ്ട്? നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും തരാം എന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇനി നോക്കൂ, ചോദിച്ചിട്ടുള്ളത് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ചത് കൊണ്ട് തന്നെ നമുക്കിതിൽ ലാർജസ്റ്റ് നമ്പർ ഈ സാധനത്തിൽ ലാർജസ്റ്റ് നമ്പർ നമുക്ക് എന്ത് ചെയ്യണം? കിട്ടണം. ഏതായിരിക്കും ലാർജസ്റ്റ് നമ്പർ? നമ്മൾ നേരത്തെ പഠിച്ചപ്പം 4, അതിന് മൈനസ് ഉണ്ടല്ലേ അതോടെ. അപ്പം ഇതല്ല നമുക്ക് ലാർജസ്റ്റ് നമ്പർ അല്ല വെച്ച്. അപ്പം സ്മാളസ്റ്റ് നമ്പർ പറയുമ്പം നമുക്കറിയാം 1 2 3 4 വരെ എഴുതിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടാകുമ്പോൾ 0 -1 -2 ഇങ്ങനെ പോകും അല്ലേ. സോ ഇവിടെ തന്നിട്ടുള്ളതിൽ ഈ 4-നേക്കാളും ചെറിയ സംഖ്യ ഇതിലുണ്ടല്ലോ. ഏതാ? -4 ഉണ്ട്, -5 ഉണ്ട്, -8 ഉണ്ട് അല്ലേ, ഉണ്ട്. അപ്പോൾ ഏറ്റവും വലുത് ഇവിടെ 4 ആണെന്ന് മനസ്സിലായി. ചോദ്യം എന്താ? ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നമ്പർ. ആൻസർ ഈസ് C 4 ആണ്.
ഓക്കെ, റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കടാ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് ഇൻക്ലൂഡ്സ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആൻഡ് സീറോ ഈസ് കാൾഡ്. അതിസംഖ്യകളും ന്യൂനസംഖ്യകളും പൂജ്യവും ഉൾപ്പെട്ട സംഖ്യകൾ പൊതുവെ എന്താണ് വിളിക്കാന്ന്? യെസ്, നമ്മൾ നേരത്തെ നമ്മളെ ആ ഒരു സാധനത്തിൽ അല്ലേ, നമ്മൾ ടൈപ്പ് ഓഫ് നമ്പേഴ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഏതൊക്കെ നമ്പേഴ്സാണ് അവിടെ ഉൾപ്പെട്ടിട്ടുള്ളത്? ഇൻറ്റീജേഴ്സ്, പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ടാവും, നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ടാവും, സീറോ. ഇത് ഉൾപ്പെട്ടുള്ള നമ്പർ ഏത് എന്നുള്ളതാണ്. നേരെ നെക്സ്റ്റ് ഇതിലോട്ടൊന്ന് പോയേക്കാം. നോക്കൂ, ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, നെഗറ്റീവ് ഉണ്ട്, റൂട്ട് വന്നിട്ടുണ്ട്, സീറോ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ആൻസർ എന്താണ്? ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള വാല്യൂ ഉള്ളതിനൊപ്പം അവിടെ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടാവുക? പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ടാവും, നെഗറ്റീവ് ഉള്ളതുണ്ടാവും, അത് നെഗറ്റീവ് മാർക്കുള്ളതുണ്ടാവും, പോസിറ്റീവ് മാർക്കുള്ളതുണ്ടാവും, സീറോ ഉള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എന്താ വിളിക്കാം? ഇൻറ്റീജേഴ്സ്. സി ആണ് ഇവിടുത്തെ ആൻസർ. ഇൻറ്റീജേഴ്സ്, പൂർണ്ണസംഖ്യകൾ എന്നാണ് വിളിക്കുക. അല്ലേ സെറ്റല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. വിച്ച് നമ്പർ ഈസ് ആഡിങ് വിത്ത് 8 ടു ഗെറ്റ് -3? -3ക്ക് 8. ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ബിക്കോസ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സൊക്കെ മൈനസ് ഉള്ള സാധനമാണ്. അത് നമ്പേഴ്സ് എന്ന ടോപ്പിക്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് എന്ത് ചെയ്യാം, അന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്യാണ്, അന്നാണ് നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം എന്താണ്, എല്ലാവരും നമ്പേഴ്സ് എന്നുള്ള ടോപ്പിക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ സ്കിപ്പടിക്കാതെ ഫുള്ള് കേട്ടിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ ഇനിയും ധാരാളം വീഡിയോസ് വരും. അപ്പോൾ എന്ത് ചെയ്യുക, അതൊക്കെ കണ്ട് ലൈക്കൊക്കെ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോസിന് താഴെ ഫീഡ്ബാക്ക് ഇടുക. നമ്മൾ ഇനിയും ധാരാളം വീഡിയോസ് വരാണ്ട്. അപ്പോൾ മാത്സിൻ്റെ നമ്പേഴ്സ് എന്ന ടോപ്പിക്കിൽ നിന്ന് ഡൗട്ട്സ് താഴെ കമൻറ്റിൽ ഇടാവുന്നതാണ്. ഞങ്ങളത് തീർത്ത് തരും. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കമൻറ്റ് ഇടാം. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. ആദിത്യ കെ ഫ്രം പ്ലൂമ്യൂർ.